സംസ്ഥാന സർക്കാരിന് നേരെയും ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് നേരെയും വീണ്ടും ചോദ്യങ്ങൾ ഉയർന്നിരിക്കുകയാണ്. UGC നിയമലംഘനം സർക്കാർ കോളേജുകളിൽ തുടർക്കഥയാകുന്നു എന്നാണ് ആരോപണം. UGC വ്യവസ്ഥകൾ ലംഘിച്ച് പ്രിൻസിപ്പൽ, പ്രൊഫസർ തസ്തികകളിലേക്ക് നിയമനവും പ്രൊമോഷനുകളും നൽകുന്നത് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൽ ഒരു തുടർക്കഥയാകുന്നു എന്നാണ് ആരോപണം. ഇടതുപക്ഷ അധ്യാപക സംഘടനകളുടെ സമ്മർദ്ദത്തിന് വഴങ്ങി സംസ്ഥാന ഉന്നത വിദ്യാഭ്യാസ മന്ത്രി UGC വ്യവസ്ഥകൾ പാടെ ലംഘിച്ച് ഉത്തരവിറക്കുന്നതായാണ് ആക്ഷേപം. UGC വ്യവസ്ഥകൾ കൃത്യമായി പാലിച്ച് യോഗ്യതയില്ലാത്തവരുടെ പ്രിൻസിപ്പൽ, പ്രൊഫസർ പ്രൊമോഷനുകൾ തടഞ്ഞ കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറായിരുന്ന വിഘ്നേശ്വരി IAS-നെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റിയത് ഈ അടുത്തയിടെയാണ്. ഡയറക്ടറുടെ നിലപാടുകളെ മന്ത്രി R. ബിന്ദു ഒരു മാധ്യമത്തിന് നൽകിയ ഇന്റർവ്യൂവിൽ നിശിതമായി വിമർശിച്ചിരുന്നു. പുതിയ ഡയറക്ടർ വന്നതിനു ശേഷമാണ് UGC യോഗ്യതയില്ലാത്ത നിരവധി പേർക്ക് പ്രിൻസിപ്പൽമാരായും പ്രൊഫസർമാരായും പ്രൊമോഷൻ നൽകാൻ സർക്കാർ ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്നാണ് ഏറ്റവും പുതിയ ആരോപണങ്ങൾ. 2022 വിദഗ്ധ സമിതി ഇന്റർവ്യൂ കഴിഞ്ഞ UGC യോഗ്യതയുള്ളതായി കണ്ടെത്തിയ 35 സർക്കാർ കോളേജ് അധ്യാപകർക്കാണ് പ്രൊഫസറായി പ്രൊമോഷൻ നൽകിയത്. കോളേജ് വിദ്യാഭ്യാസ ഡയറക്ടറായിരുന്ന വിഘ്നേശ്വരി IAS അധ്യക്ഷയായ വിദഗ്ധ സമിതിയാണ് പ്രൊമോഷൻ നൽകാൻ ശുപാർശ ചെയ്തത്. CPM അനുകൂല അധ്യാപക സംഘടനയിൽപ്പെട്ട അധ്യാപകരിൽ ചിലരും അയോഗ്യരായവരുടെ കൂട്ടത്തിൽ പെട്ടിരുന്നു. UGC നിയമപ്രകാരം 1 വർഷം കഴിഞ്ഞ് മാത്രമേ അയോഗ്യരായവർക്ക് വീണ്ടും അപേക്ഷ നൽകാൻ പാടുള്ളൂവെന്ന വ്യവസ്ഥ ഉണ്ടെങ്കിലും അതെല്ലാം തള്ളിക്കളഞ്ഞ് 5 മാസത്തിനുള്ളിൽ പുതിയ വിദഗ്ധ സമിതികൾ രൂപീകരിച്ച് നേരത്തെ അയോഗ്യരായി കണ്ടെത്തിയവർക്കും പ്രൊഫസർ പ്രൊമോഷൻ നൽകുകയായിരുന്നു. UGCയുടെ അംഗീകൃത കെയർ പട്ടികയിൽപ്പെട്ട ജേർണലുകളിൽ ഗവേഷണ ലേഖനങ്ങൾ പ്രസിദ്ധീകരിക്കുന്നതിന് പകരം യാതൊരു നിലവാരവുമില്ലാത്ത ചില കോളേജ് മാഗസീനുകളിൽ പ്രസിദ്ധീകരിച്ച ലേഖനങ്ങൾ കൂടി കണക്കിലെടുത്താണ് 90 പേർക്ക് പ്രൊമോഷൻ നൽകിയത്. കോളേജ് പ്രിൻസിപ്പൽ ആകുന്നതിന് 15 വർഷത്തെ അധ്യാപന പരിചയം വേണമെന്ന UGC വ്യവസ്ഥയിരിക്കെ ഡെപ്യൂട്ടേഷനിൽ അധ്യാപക പദവികളിൽ സേവനം ചെയ്ത കാലയളവ് കൂടി അധ്യാപന പരിചയമായി കണക്കാക്കാൻ സർക്കാർ ഉത്തരവിട്ടതും ഈ അടുത്തിടെയാണ്. ഇതും UGC വ്യവസ്ഥകൾക്ക് വിരുദ്ധമാണ്. UGC വ്യവസ്ഥകൾക്ക് വിരുദ്ധമായി പ്രിൻസിപ്പൽമാരായി പ്രൊമോഷൻ നൽകാനുള്ള സർക്കാർ ഉത്തരവ് ഹൈക്കോടതിയിൽ ചോദ്യം ചെയ്തതോടെ 30ഓളം സർക്കാർ കോളേജുകളിൽ സ്ഥിരം പ്രിൻസിപ്പൽമാരെ നിയമിക്കുന്നത് തടസ്സപ്പെട്ടിരിക്കുകയാണ്. അതിനിടെയാണ് കഴിഞ്ഞ ദിവസം യോഗ്യതയില്ലാത്ത 7 പേരെ കൂടി പ്രിൻസിപ്പൽമാരായി നിയമിച്ചുകൊണ്ട് ഉത്തരവിറക്കിയത്. ഇവരും ഭരണകക്ഷി സംഘടനയിൽപ്പെട്ടവരാണ്. സർക്കാർ കോളേജിൽ UGC വ്യവസ്ഥകൾ ലംഘിച്ച് നടത്തിയിട്ടുള്ള എല്ലാ പ്രൊമോഷനുകളും കോടതിയിൽ ചോദ്യം ചെയ്യുമെന്ന് സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി അറിയിച്ചു.